പ്രിയപ്പെട്ടവരെ, ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്യൂർ ചീമേനി യുവൻ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച വേറിട്ട ഒരു പരിപാടിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. ഹരിത വർത്തമാനം എന്നാണ് പരിപാടിയുടെ പേര്. ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തകനായ, ഞങ്ങളുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിയായ CV രവീന്ദ്രൻ മാഷുടെ മുഴക്കൂത്ത് നാപ്പച്ചാലിലെ ഗ്രാമ്യം എന്ന ഭവനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ, അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയ ഒരു അധ്യാപകനാണ് CV രവീന്ദ്രൻ മാഷ്. തൻ്റെ 20 സെൻറ്റ് ഒരിടത്തിൽ 30-ലധികം ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതിനൊരു പൂങ്കാവനമാക്കി മാറ്റിയ മാഷുടെ ആ കൃഷി അനുഭവം നേരിട്ടറിയാൻ വേണ്ടി യൂണിറ്റിലെ 60ഓളം പ്രവർത്തകർ പരിസ്ഥിതി ദിനത്തിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ അവിടെ ഒത്തുചേരുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി. അതിന് കൊടുത്ത പേരാണ് ഹരിത വർത്തമാനം. മാഷുടെ വീടും പരിസരവും തോട്ടവും ഒക്കെ ഒന്ന് ചുറ്റി കാണുക, കൃഷി അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുക. ഇതൊക്കെയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പൂർണ്ണമായും ഒരു കുടുംബ സംഗമം തന്നെ. ഞങ്ങളുടെ യൂണിയൻ്റെ മുദ്രാവാക്യം തന്നെ നാം ഒരു കുടുംബമെന്നാണ്. ആ മുദ്രാവാക്യം അന്വർത്ഥമായിക്കൊണ്ട് രാവിലെ എല്ലാവരും അവിടെ എത്തുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗെറ്റ് ടുഗദർ. ഇതാ അതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. ജൈവ വൈവിധ്യ ഉദ്യാനം പോലൊരു പുരയിടം, ഗ്രാമ്യം. അവിടെയാണ് നമ്മളിപ്പോൾ. KSSPU കയ്യൂർ ചീമേനി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഹരിത വർത്തമാനം നടക്കാൻ പോവുകയാണ് ഇവിടെ. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് പരിപാടി നിശ്ചയിച്ചത്. സമയം 10 മണിയാകുന്നതേ ഉള്ളൂ. നേരത്തെ കാലത്തെ എത്തിയ വനിതാവേദി പ്രവർത്തകർ ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ്. രാവിലെ അതിശക്തമായ മഴ തുടങ്ങിയതാണ്. ആളുകൾ എത്തുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ സമയമാകുമ്പോഴേക്കും ആളുകളെല്ലാം എത്തിത്തുടങ്ങി. മഴ തകർത്ത് പെയ്യുന്നുണ്ട്, എങ്കിലും പരിപാടി തുടങ്ങുക തന്നെ. സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് പ്രഥമാധ്യാപകനുമായ നാറോത്ത് ബാലകൃഷ്ണ മാഷ്ട പാട്ടോടുകൂടി പരിപാടി ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്ക് പകരം പ്രത്യാശയുടെ ഒരു പാട്ട്. കാവൽ വിളക്കുമായി പ്രത്യാശകൾ വന്ന് വാതിലിൽ മുട്ടുന്നതാകണം നാളത്തെ ലോകമെന്ന മനോഹരമായ സ്വപ്നം. ലോകം ആ ലോകമല്ലോ നമുക്ക് സ്വന്തം. വിലക്കും വിലങ്ങും മതം വന്ന് തല്ലിത്തകർക്കുന്ന താപവൃക്ഷങ്ങളും ഏതാണ്ട് 50 പേർ ഇപ്പോൾ തന്നെ എത്തിയിരിക്കും. കുറച്ച് പേർ കൂടി എത്തുമെന്നാണ് പ്രതീക്ഷ. പരിപാടിയുടെ ഉദ്ഘാടകയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി 1-2 പരിപാടികൾ കഴിഞ്ഞ ശേഷം മാത്രമേ എത്തുകയുള്ളൂ എന്ന് അറിയിച്ചതിനാൽ ആദ്യമേ തന്നെ ഹരിത വർത്തമാനത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ KM ശ്രീകുമാറാണ് വർത്തമാനത്തിന് തുടക്കം കുറിച്ചത്. യൂണിറ്റ് സാംസ്കാരിക സമിതി കൺവീനർ AN അശോക് കുമാർ ചടങ്ങിലെത്തിയവരെ സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് P ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ആമുഖ അവതരണം നടത്തി. അതിനുശേഷമാണ് ശ്രീ KM ശ്രീകുമാറിൻ്റെ വർത്തമാനം ആരംഭിച്ചത്. വർത്തമാനത്തിന് പങ്കുചേരാൻ
എന്നെ കൂടെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഏറിവരുന്ന ആശങ്കകൾക്കിടയിലും പ്രത്യാശയുടെ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീകുമാർ വർത്തമാനം തുടങ്ങിയത്. അണക്കെട്ടിൽ നിന്നുണ്ടാക്കുന്ന എനർജീനെ കടന്നുകൊണ്ട് റൂട്ട് ഓഫ് സോളാർ വന്നു. പരപ്പുറ സോളാർ മറ്റേനേക്കാളും കടന്നു. ഏറ്റവും പ്രത്യാശയുള്ള ഒരു കാര്യമാണത്. ആയിരക്കണക്കിനെണ്ണം വിതറുന്നു, അതിന് കുറെ എണ്ണം നിർത്തുന്നു. അങ്ങനെ മനുഷ്യസാധ്യമായിട്ടുള്ള വലിയൊരു രീതിയിലേക്ക് ഈ വനവൽക്കരണം പോകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രത്യാശാഭരിതമായിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ ലഘുഭക്ഷണം എത്തി, ചൂട് ചായയും ഇലയുടെയും. അതിനായി ചെറിയൊരു ഇടവേള എടുത്തുകൊണ്ടാണ് പിന്നീട് വർത്തമാനം തുടർന്നത്. ശ്രീകുമാറിൻ്റെ അവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരമുണ്ടായി. ജൈവകൃഷി, രാസവള ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തുടങ്ങിയവയെല്ലാം ചർച്ചയിൽ ഉയർന്നു വന്നു. സന്ദർഭോചിതമായ മറ്റൊരു പാട്ടുമായി വീണ്ടും നാറോത്ത് ബാലകൃഷ്ണ മാഷ്. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിപൂകിൽ മാനത്ത് വന്നു, വിഴി നട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. പാട്ടും പറച്ചിലും ഇടകലർന്നായപ്പോൾ സദസ്യർക്ക് തീരെ ബോറടിച്ചതേയില്ല. തൊട്ടു പിന്നാലെ രവീന്ദ്രൻ മാഷുടെ അനുഭവ സാക്ഷ്യമായി. വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ അനുഭവങ്ങളും ഇന്ന് വന്നുചേർന്ന മാറ്റങ്ങളും മാഷ് പറഞ്ഞു തുടങ്ങി. സ്വന്തം പുരയിടത്തിലെ കൃഷി രീതികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പ് മാഷ്ക്ക് പറയാനുണ്ടായിരുന്നത് ഈ പരിസ്ഥിതിയുടെ സംരക്ഷണത്തെക്കുറിച്ച് തന്നെയായിരുന്നു. അപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റും എത്തി. ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചുരുക്കം വാക്കുകൾ. രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നു. ഒരു കാലത്ത് നമ്മളെ വീട്ടുമുറ്റത്തുള്ള കിണറുകളെയായിരുന്നു ആശ്രയിച്ചത്. ആ കിണറുകളിൽ വെള്ളം പറ്റുമ്പോൾ അടുത്ത എവിടെയെങ്കിലും കിണറുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച പെൻഷൻകാരെ അഭിനന്ദിക്കാനും തന്നെ കൂടി ഇതിൽ പങ്കാളിയാക്കിയതിൽ സന്തോഷം രേഖപ്പെടുത്താനും അവർ മറന്നില്ല. നിങ്ങളോടൊപ്പം ഇത്രയും സമയം എനിക്ക് കൂടി പങ്കുചേരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ ഒരു പ്രായം, ഞാനും ഉൾപ്പെടെ ഒരു പ്രായത്തിലേക്ക് എത്തി. വരും തലമുറക്ക് കാവലാളായി നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് അവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി, നമ്മുടെ പരിപാടി, ഞാനിതിൽ വ്യത്യസ്തയല്ല, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. കയ്യൂർ ചിമേനി യൂണിറ്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാര വിതരണമായിരുന്നു. പിന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് രവീന്ദ്രൻ മാഷ് ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജയറാം പ്രകാശേട്ടൻ സ്നേഹോപഹാരം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഹ്രസ്വമായ ഒരു അനുമോദന പ്രസംഗം. ഈ പരിസ്ഥിതി ദിനത്തിൽ സംഘടന ആഹ്വാനം ചെയ്ത വനവൽക്കരണ പ്രവർത്തനത്തെക്കുറിച്ചും പ്രസിഡന്റ് സൂചിപ്പിച്ചു. മഴ മാറി നിന്ന ഇടവേളയിൽ രവിമാഷുടെ കൃഷിത്തോട്ടം ചുറ്റി നടന്ന് കാണുകയായി അടുത്ത പരിപാടി. ഓരോ ഫലവൃക്ഷത്തിനടുത്തും നിന്നുകൊണ്ട് മാഷ് കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങി.
നിറയെ കായ്ച്ചിരുന്ന മാങ്കോസ്റ്റിൻ മരത്തിൽ ഒന്നോ രണ്ടോ പഴങ്ങൾ ബാക്കിയായത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നി. കിട്ടിയത് വീതിച്ച് എല്ലാവരും രുചി അറിഞ്ഞു. ഇനി ആ കൂട്ടത്തില് എല്ലാരും ഇതിന്റെ ഇല ഇത് അറിയാലെന്ന് പറഞ്ഞു എല്ലാരും പറിച്ച ഇല പറിച്ചോളൂ. അതിന്റെ മണം എങ്ങനെയുണ്ടെന്ന് പറയാം. അറിയുന്ന അതിന്റെ പേര് മതിയല്ലേ. മുന്തിരി വെറുതെ പിടിക്കൂല, പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് പടയുണ്ട്. അതായത് എനിക്ക് പോലും ആദ്യം സംശയം ഉണ്ട്. പിടിച്ചിട്ട് കുറച്ചേ പിടിച്ചിട്ടു. പിടിക്കണമെങ്കിൽ ഇത് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുമ്പോൾ ഇല നുള്ളിക്കളയണം. ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ ഇലയെല്ലാം നുള്ളിക്കളയണം. ഇതിപ്പോ പിന്നെ മുകളുകൊണ്ടല്ല മാങ്കോസ്റ്റിന് പുറമെ പലതരത്തിലുള്ള ചാമ്പ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ അപൂർവമായ ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിനീരൊരുക്കാൻ കെട്ടിത്തൂക്കിയ ചട്ടികളും വൃക്ഷങ്ങളിൽ അങ്ങിങ്ങായി കാണാം. പൂജക്ക് വെക്കുന്ന കദളി മഞ്ഞ നിറത്തില് അറ്റത്തൊരു വാലുണ്ടാവും. പ്രത്യേകം തയ്യാറാക്കിയ കോൺക്രീറ്റ് സ്റ്റാൻഡിൽ പടർത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും ഒരു കൗതുക കാഴ്ച തന്നെ. സന്ദർശന വേളയിൽ കൃഷിശാസ്ത്രജ്ഞനായ ശ്രീകുമാറും ഒപ്പമുണ്ടായത് സംശയങ്ങൾ തീർക്കാൻ ഏറെ സഹായകമായി. അതായത് അത് പഴുത്താലും പച്ച തന്നെ, പച്ച നിറം, ഈ സാരിയുടെ നിറം നല്ല മധുരമാണ്. കൃഷിക്കാവശ്യമായ വളം വീട്ടിൽ തന്നെയുള്ള മണ്ണിര കമ്പോസ്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. വളം ലഭിക്കുന്നതോടൊപ്പം ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള ഉപാധി കൂടിയാണ് ഈ മണ്ണിര കമ്പോസ്റ്റ്. മാതളം, മുന്തിരി, മൂസമ്പി, ചെറുളി നാരങ്ങ തുടങ്ങി തൻ്റെ തോട്ടത്തിലുള്ള ഓരോ ഫലവും പരിചയപ്പെടുത്തുകയാണ് രവീന്ദ്ര മാഷ്. ഇത് വീടിൻ്റെ മുൻഭാഗമാണ്. ഇവിടെയുമുണ്ട് ധാരാളം ഫലവൃക്ഷങ്ങൾ. അത് മിൽക്ക് ഫ്രൂട്ട് എന്നാണ് സാർ. അത് സ്റ്റാർ ഫ്രൂട്ട് അല്ല, മിൽക്ക് ഫ്രൂട്ട്. അതാ ആ പ്രകാശ് മാഷ് ഇപ്പൊ ഞാൻ പരീക്ഷണമാണ് മുസംബി. ഇത് മുസംബിയാണ്. മുസംബി നോ സീസൺ, എപ്പോഴും പിടിക്കുന്ന. ഇതാണ് നേരത്തെ പറഞ്ഞ മണ്ണിര കമ്പോസ്റ്റിൻ്റെ പ്ലാന്റ്. സന്ദർശനം പൂർത്തിയാക്കി എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വീണ്ടും തുടങ്ങി തകർത്ത് പെയ്യുന്ന മഴ. തൻ്റെ ചെറിയ പുരയിടത്തിൽ 30-ലധികം ഫലവൃക്ഷങ്ങളുണ്ട് എന്നാണ് രവിമാഷ് നേരത്തെ പറഞ്ഞത്. എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട ശേഷം വീണ്ടും ഒന്നിച്ചിരുന്നപ്പോൾ ആ 30 എണ്ണം ഉണ്ടോ എന്നുള്ള സദസ്യരുടെ ചോദ്യത്തിന് ഉത്തരമായി കണ്ട ഓരോ വൃക്ഷത്തെക്കുറിച്ചും വിവരിക്കുകയാണ്, പേരെടുത്ത് എണ്ണിപ്പറയുകയാണ് രവീന്ദ്ര മാഷ്. അപൂർവ ഇനമായ മലയാപ്പിളിൻ്റെ തൈകൾ ധാരാളമായി മുളച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് കൊണ്ടുപോകാമെന്ന് മാഷ് സൂചിപ്പിച്ചു. പച്ച
ചാമ്പയുണ്ട്, ഇവിടെ ഉള്ളത് കായ്ച്ചു. ചട്ടിക്കകത്തുള്ളത് എന്താ പറയുക, ബെൽ ചാമ്പ, മണിയാകൃതിയുള്ള ചാമ്പ നിറയെ കായ്ക്കും. അതിന് കുരുവില്ല, സീഡ്ലെസ് ആണത്. അത് ധാരാളം പിടിച്ചിട്ടുണ്ട്. അത് പ്രൂൺ ചെയ്തിട്ടുണ്ട്, കൊമ്പ് മുറിച്ചിട്ടുണ്ട്. അതായത് ഈ പിന്നെ പശയില്ലാത്ത, വളഞ്ഞറില്ലാത്ത ചക്ക. റോസ് മുന്തിരിയാണ് ഉള്ളത്. കുറച്ചേ പിടിക്കുന്നുള്ളൂ. ധാരാളം പിടിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നേരത്തെ കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന വിധം വിവരിക്കുകയാണ് മാഷ്. അതിന് 4 ഭാഗത്തേക്കും ദ്വാരം, ഒരു ദ്വാരം അങ്ങോട്ടേക്കും ഒരു ദ്വാരം ഇങ്ങോട്ടേക്കും, റോസ് പോലെ. എന്നിട്ട് അതിൽ ടയർ വെക്കാം. അതിന്റെ മുകളിൽ ഇത് പടർന്നു വരാം. ടയർ വെക്കാം, അല്ലെങ്കിൽ ഇരുമ്പിന്റെയോ പൈപ്പിന്റെയോ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് നല്ല ഭാരം വരും, വളർന്നു വരുമ്പോൾ കുറേ പിന്നെ ഇതൾ വരുമല്ലോ. അതിന്റെ അറ്റത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നത്. പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് KSSPU ചിറ്റരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി VT തോമസ്, അതുപോലെ ജോയിന്റ് സെക്രട്ടറി TV ദാമോദരേട്ടൻ എന്നിവർ തുടർന്ന് സംസാരിച്ചു. ഒരു തീരുമാനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റിന്റെ അംഗവും അതുപോലെ ജില്ലയുടെ പരിപാടിയെ വിലയിരുത്തിക്കൊണ്ട് അംഗങ്ങളായ പ്രകാശം മാഷും KV കൃഷ്ണ മാഷും പറയുന്നത് കേൾക്കും. ലോകം അവസാനിക്കാൻ പോകുന്നു. ഗ്ലോബൽ വാർമിങ്, അഫോറസ്റ്റേഷൻ, ഡിഫോറസ്റ്റേഷൻ, ഇങ്ങനെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ലോകം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ ശ്രീകുമാർ സാറിന്റെ പ്രസംഗം ഒക്കെ വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. വളരെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഈ പരിസ്ഥിതിയെക്കുറിച്ചും അതുപോലെ എൻവയോൺമെന്റ് മറ്റു പ്രശ്നങ്ങളെല്ലാം സാറ് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ കാര്യക്ഷമമായിട്ട് ഇതുപോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഈ മഴക്കാലത്ത് നല്ലൊരു സുഖമല്ലേ. അതെ, പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ. പെൻഷൻ കുടുംബത്തിലേക്ക് പുതുതായി കടന്നു വന്ന ഈ വർഷം അംഗത്വമെടുത്ത രമേശ് മാഷ് മുതൽ വളരെ നീണ്ട പാരമ്പര്യമുള്ള 83 വയസ്സ് കഴിഞ്ഞ KV കൃഷ്ണൻ മാഷ് വരെയുള്ളവരുടെ ഒരു സംഗമം. പരിപാടിക്ക് നന്ദി പറയുകയാണ് വനിതാവേദി കൺവീനർ സുലോചന. കോരിച്ചൊരിയുന്ന മഴയെ കൂസാതെ നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇതാ ബാലകൃഷ്ണ മാഷയുടെ ഒരു അടിപൊളി പാട്ട്, ഒരു മഴപ്പാട്ട്. മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടില് ചൂടൂലോ, ഇടി വെട്ടുമ്പോഴേ നമ്മൾ പന്തേ പോകൂലോ. ചാരിക്കം ധാരാരോ ഏരിക്കം ദേരേരോ പാട്, ചാരിക്കം ധാരാരോ ഏരിക്കം ദേരേരോ, ചാരിക്കം ധാരാരോ ഏരിക്കം ദേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ. മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടില് ചൂടൂലോ, ഇടി ഒറ്റയ്ക്ക് തുടങ്ങിയ പാട്ട് മെല്ലെ മെല്ലെ കൂട്ടപ്പാട്ടായി മാറി. ഇരുന്നവരും ഇരിക്കാതെ അങ്ങിങ്ങായി നിൽക്കുന്നവരും നടക്കുന്നവരും എല്ലാവരും താളമിട്ട് ആസ്വദിച്ച് പാട്ടുപാടുന്ന ഈ കാഴ്ച തന്നെയാണ് കുടുംബസംഗമം എത്രമാത്രം ഫലവത്താണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം. ജീവിത സായാഹ്നത്തിൽ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യർക്ക് അത്യാവശ്യം ഇതുപോലുള്ള കൂടിച്ചേരലുകളും കൂട്ടായ്മകളും തന്നെ എന്നുള്ളതിന് രണ്ടില്ല പക്ഷം. നോക്കൂ, എന്തൊരു സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. 10:30 മുമ്പ് ആരംഭിച്ച പരിപാടിയാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് കിട്ടിയ ചായയും ഇലയടയും നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും പരിപാടി നീട്ടേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാഷുടെ പാട്ടിന് ശേഷം ഭക്ഷണത്തിലേക്ക് കടന്നു. വീട്ടിൽ തയ്യാറാക്കിയ കഞ്ഞിയും ചക്കമുളിശ്യവും ഉമ്പ് ഉപ്പേരിയും മത്തനില തോരനും നല്ല മാങ്ങ അച്ചാറും എല്ലാം ചേർന്ന ഉച്ചഭക്ഷണം അടിപൊളി, അതിഗംഭീരം. ഹരിതവർത്തമാനത്തിൽ പങ്കെടുത്തവർക്കെല്ലാം നൽകാനായി ഇതുപോലുള്ള പപ്പായ തൈ
TK വിജയം മാഷ് തയ്യാറാക്കി ഇവിടെ എത്തിച്ചിരുന്നു. അതുമായാണ് പലരും വീട്ടിലേക്ക് മടങ്ങിയത്. ഹരിതവർത്തമാനത്തിൻ്റെ ഓർമ്മയ്ക്കായി, ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ വീട്ടുപറമ്പിൽ ഒരു ഫലവൃക്ഷമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ.